ഞാൻ തജിക്കിസ്ഥാനിലെത്തിയിട്ട് ഇത് 4ാമത്തെ ദിവസമാണ്. ഇന്നലെ രാത്രിയിൽ തലസ്ഥാന നഗരമായ ദുഷാൻബെയിലെ ഒരു ഹോട്ടലിലാണ് താമസിച്ചത്. ദുഷാൻബെയുടെ ബൊട്ടാണിക്കൽ ഗാർഡൻ കാണാനാണ് ഇനി പോകുന്നത്. ഗാർഡന് മുന്നിലെ പാർക്കിങ്ങിൽ കാർ നിന്നു. ഇറാനിയൻ ശൈലിയിൽ നിർമ്മിച്ച ഒരു പടിപ്പുര. ഒരു കൊട്ടാരക്കെട്ടിന്റെ ഗേറ്റ് ആണെന്ന് തോന്നും. ഇവിടെ കനത്ത സെക്യൂരിറ്റി പരിശോധനകളുണ്ട്. മെറ്റൽ ഡിറ്റക്ടറിനകത്തുകൂടി കടന്ന് ഞാൻ ഗാർഡനിലേക്ക് ഇറങ്ങി. ദുഷാൻബെ നിവാസികളായ ധാരാളം പേർ വിശ്രമത്തിനും സായാഹ്നങ്ങൾ ചെലവിടാനും എത്തുന്ന ഇടം. ഞാൻ ഇവിടേക്ക് വന്നത് ബൊട്ടാണിക്കൽ ഗാർഡനിലെ സസ്യലതാദികൾ കാണാനല്ല. ഇവിടെ പാമിർ മൗണ്ടൻ റേഞ്ച് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലെ പരമ്പരാഗത വീടുകളുടെ മാതൃക സൃഷ്ടിച്ചു വച്ചിട്ടുണ്ട്. തജിക്കിസ്ഥാനിലെ ധാരാളം ഗ്രാമങ്ങളിലൂടെ ഇതിനകം സഞ്ചരിച്ചു കഴിഞ്ഞെങ്കിലും പരമ്പരാഗതമായ വാസ്തുവിദ്യാശൈലി അവിടെയൊന്നും കാണാൻ കഴിഞ്ഞിരുന്നില്ല. അതിവിടെ കാണാമെന്നാണ് എൻ്റെ ഗൈഡ് ഷഹബാസ് പറഞ്ഞത്. അങ്ങനെയെങ്കിൽ അതൊന്ന് കാണാമെന്ന് കരുതി ഈ ഉദ്യാനത്തിലേക്ക് വരികയായിരുന്നു. ഇതാണ് പാമിർ പർവ്വതമേഖലയിലെ വീടുകളുടെ നിർമ്മാണ ശൈലി. സവിശേഷമായൊരു നിർമ്മിതി. ഗ്രാമങ്ങളിലൂടെ സഞ്ചരിച്ചപ്പോഴൊന്നും ഇത്തരം വീടുകൾ കണ്ടിരുന്നില്ല. തടി യഥേഷ്ടം ഉപയോഗിക്കുകയും അതിൽ കൊത്തുപണികൾ നടത്തുകയും ചെയ്തിരിക്കുന്നു. വീടിന്റെ അകത്തേക്ക് കയറിച്ചെന്നു. പാമിർ പർവ്വതമേഖലയിൽ ചിഡ് എന്നാണ് ഇത്തരം വീടുകൾ അറിയപ്പെടുന്നത്. ആര്യൻ തത്വചിന്തയും ഇസ്മായേലി പാരമ്പര്യവും മേളിക്കുന്നു എന്നതാണ് പാമിർ വീടുകളുടെ സവിശേഷത. വീട്ടിലെ ലിവിംഗ് ഏരിയ ഇതാണ്. സാങ് എന്ന് ഇതറിയപ്പെടുന്നു. 3 ലെവലുകളായാണ് ലിവിംഗ് ഏരിയ നിർമ്മിക്കുക. ഓരോ ലെവലും ഓരോ കാര്യങ്ങളെ പ്രതീകവൽക്കരിക്കുന്നതാണ്. 1ാം ലെവൽ മൃഗത്തെയും 2ാം ലെവൽ ധാതുക്കളെയും ഏറ്റവും താഴെയുള്ള ഭാഗം ധാന്യങ്ങളെയും കായ്കനികളെയും പ്രതിനിധാനം ചെയ്യുന്നു. വീടിനകത്തു നിന്നും പുറത്തേക്കിറങ്ങി. വലിയൊരു തിണ്ണ ഇത്തരം വീടുകൾക്കെല്ലാം ഉണ്ടാവും. ചീകി ഉരുട്ടിയ തടികൊണ്ടുള്ളതാണ് മച്ച്. സൊറാഷ്ട്രിയൻ മതം ഏറ്റവും ശക്തമായിരുന്ന കാലത്ത് പാമിർ മൗണ്ടൻ റേഞ്ചിലെ മിക്ക വീടുകളും ഇങ്ങനെയുള്ളതായിരുന്നു. വീടിന്റെ ഉയരം, സ്ഥാനം എന്നിവയെല്ലാം സംബന്ധിച്ച് 2000 വർഷം മുൻപ് തന്നെ പാമിർ മേഖലയിലെ ജനതയ്ക്ക് പ്രത്യേക തത്വങ്ങളും വിശ്വാസങ്ങളും ഉണ്ടായിരുന്നെന്നാണ് ചരിത്രം. തജിക്കിസ്ഥാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബോട്ടണിയുടെ ആഭിമുഖ്യത്തിൽ നിർമ്മിതമായതാണ് ഈ ഉദ്യാനം. 1930കളിലായിരുന്നു തുടക്കം. പലയിടത്തും കാണാം മണ്ഡപങ്ങൾ, തജിക് ശൈലിയിലുള്ള നിർമ്മിതികൾ. സോവിയറ്റ് കാലത്താണ് ഇത്തരം ശൈലികൾ ഇന്നാട്ടുകാർക്ക് കൈമോശം വന്നത്. ഇന്നത്തെ ഗ്രാമങ്ങളിലൊന്നും ഇത്തരം കെട്ടിടങ്ങൾ കാണാനാവാത്തതും അതുകൊണ്ടാണ്. ഒരു കാലത്ത് ഈ വിധം കൊത്തുപണികളോടെയുള്ള കെട്ടിടങ്ങൾ ഇന്നാട്ടിൽ ധാരാളമുണ്ടായിരുന്നു. കൃത്യമായ അളവുകളുള്ള ആര്യന്മാരുടെ തത്വചിന്തയും വാസ്തുശാസ്ത്രവും മേളിക്കുന്ന നിർമ്മിതികൾ. ഇസ്ലാം മതം വ്യാപകമായപ്പോൾ അവരുടെ വിശ്വാസത്തിൻ്റെതായ ചില അംശങ്ങളും ഇത്തരം കെട്ടിട നിർമ്മാണ ശൈലികളോട് കൂട്ടിച്ചേർക്കപ്പെട്ടു. 5 തൂണുകളാണ് സൊറാഷ്ട്രിയൻ മതം വ്യാപകമായിരുന്ന കാലത്ത് ഇത്തരം മണ്ഡപങ്ങൾക്കും വീടുകൾക്കും പ്രധാനമായും ഉണ്ടായിരുന്നത്. ഇസ്ലാം മതം വ്യാപകമായപ്പോഴും തൂണുകളുടെ എണ്ണത്തിൽ മാറ്റമുണ്ടായില്ല. പരമ്പരാഗത ശൈലിയിലല്ലാത്ത ഏതാനും വലിയ കെട്ടിടങ്ങളും ഇവിടെയുണ്ട്. ഉദ്യാനത്തിന്റെ ഭാഗമായുള്ള വിശ്രമ കേന്ദ്രങ്ങളും മറ്റുമാണ് അത്. പാമിർ ഹൗസ് എന്ന ഒരേയൊരു വീട് മാത്രമേ ഇവിടെ പുനർനിർമ്മിച്ച് നിലനിർത്തിയിട്ടുള്ളൂ. മറ്റു പ്രദേശങ്ങളിലെ വീടുകളൊന്നുമില്ല. നിരാശയോടെ ഞാൻ മടങ്ങുകയാണ്. അവിടെ നിന്നും കാറിൽ വീണ്ടും യാത്ര തുടർന്നു. ഒരിക്കൽ കൂടി മെഡിക്കൽ യൂണിവേഴ്സിറ്റിയുടെ സമീപത്തുകൂടി കടന്നുപോകുന്നു. റുഡാക്കി അവന്യൂവിലൂടെ പോകുമ്പോഴുള്ള ഒരു പ്രധാന കാഴ്ച ഇത്തരം യൂണിവേഴ്സിറ്റികളാണ്. സമ്മർ അവധി ദിനങ്ങളിലാണ് ഞാൻ ഇവിടെ എത്തിയിരിക്കുന്നത്. അതല്ലെങ്കിൽ ഇവിടെ മലയാളി വിദ്യാർത്ഥികളെയും കാണാനായേനെ. 100-ലേറെ മലയാളി വിദ്യാർത്ഥികളുള്ള സ്ഥാപനമാണ് മെഡിക്കൽ യൂണിവേഴ്സിറ്റി. സമ്മറിൽ 2 മാസം അവധിയാണ് ഇവിടുത്തെ വിദ്യാലയങ്ങൾക്ക്. മെഡിക്കൽ യൂണിവേഴ്സിറ്റിയുടെ സമീപത്തും ധാരാളം മറ്റു വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കാണാം. അടുത്തതായി ഇവിടുത്തെ ഒരു മോസ്ക് കാണാനാണ് ഞങ്ങൾ പോകുന്നത്. ഉള്ളിലേക്കുള്ള ഒരു പാതയിലൂടെ കുറച്ചു ദൂരം ചെല്ലുമ്പോൾ വലിയൊരു മിനാരം കാണാം. ദുഷാൻബെ നഗരത്തിൽ നിലവിലുള്ള ഏറ്റവും വലിയ മോസ്കാണ് ഇവിടെയുള്ളത്.
മൗലാന യാക്കൂബ് ചാർക്കി മോസ്ക്. അതിനു സമീപം ഞാൻ കാറിൽ നിന്നിറങ്ങി. ഇതിലും വലിയൊരു മോസ്ക് ദുഷാൻബേയിൽ നിർമ്മാണഘട്ടത്തിലാണിപ്പോൾ. 1,15,000 ആളുകൾക്ക് ഒരേ സമയം നിസ്കരിക്കാവുന്ന ആ മോസ്ക് ഖത്തറിന്റെ സാമ്പത്തിക സഹായത്തോടെയാണ് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. മോസ്കിന്റെ ഒരു കോണിൽ ഉയരമേറിയ മിനാരം. പരമ്പരാഗത തജിക് ശൈലിയിൽ മൊസൈക് ചിത്രപ്പണികളോടെയുള്ള മിനാരം. മിനാരം മാത്രമല്ല, മോസ്കിന്റെ ചുമരുകളെല്ലാം മൊസൈക് ചിത്രങ്ങളാൽ അലങ്കൃതമാണ്. സോവിയറ്റ് കാലത്തെ അതിജീവിച്ച് പരമ്പരാഗത ചിഹ്നങ്ങളോടെ ഇതിങ്ങനെ നിലനിൽക്കുന്നത് തന്നെ അത്ഭുതകരമായൊരു കാര്യമാണെന്ന് എനിക്ക് തോന്നി. 14-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന പേർഷ്യൻ സൂഫി വര്യനാണ് ഖാജ യാക്കൂബ് ചാർക്കി. 1361 ദുഷാൻബെയിൽ വെച്ചാണ് അദ്ദേഹം മരിച്ചത്. ചാർക്കിയുടെ പേരിൽ 15-ാം നൂറ്റാണ്ടിൽ തന്നെ ദുഷാൻബെ ഗ്രാമത്തിൽ ഒരു മോസ്ക് നിർമ്മിതമായിരുന്നു എന്നാണ് ചരിത്രം. മോസ്കിനെ ചുറ്റി ഒരു വലിയ കെട്ടിടമുണ്ട്. അതിന്റെ നടുമുറ്റമാണ് മോസ്കിന്റെ പ്രധാന ഭാഗം. സോവിയറ്റ് ഭരണത്തിന്റെ ആദ്യ 2 ദശകങ്ങളിൽ തീർത്തും അപ്രസക്തമായി തീർന്നിരുന്നു ഈ മോസ്ക്. എന്നാൽ 1950കളിൽ ഇത് വീണ്ടും സജീവമായി. സോവിയറ്റ് അംഗരാജ്യങ്ങളിൽ നിയന്ത്രിതമായ തോതിൽ മതസ്വാതന്ത്ര്യം അനുവദിക്കപ്പെട്ട നാളുകളായിരുന്നു അത്. 19-ാം നൂറ്റാണ്ടിൽ സ്ഥാപിതമായ മോസ്കാണിത്. തജിക്കിസ്ഥാൻ സോവിയറ്റ് യൂണിയനിൽ നിന്നും സ്വതന്ത്രമായതിനും ആഭ്യന്തര യുദ്ധത്തിനും ശേഷം 1995 മുതലുള്ള 6 വർഷങ്ങൾ കൊണ്ട് മോസ്ക് വിപുലമായി ഒന്ന് പുതുക്കിപ്പണിതു. ഇതാണ് മോസ്കിന്റെ പ്രധാന അകത്തളം. ലാളിത്യമുള്ള എന്നാൽ പ്രൗഢമായ ഒരു മോസ്ക് തന്നെയാണിത്. ഈ അലങ്കാരപ്പണികളെല്ലാം 20-ാം നൂറ്റാണ്ടിന്റെ അവസാന ദശകത്തിലെ പുനരുദ്ധാരണ പ്രവൃത്തികളുടെ ഭാഗമായി ചെയ്തതാണ്. 98% ജനങ്ങളും ഇസ്ലാമിക വിശ്വാസികളാണെങ്കിലും തീവ്രമായ മതനിലപാടുകളില്ലാത്ത രാജ്യമാണ് തജിക്കിസ്ഥാൻ. അതുകൊണ്ട് തന്നെ തീവ്രചിന്താഗതിയുള്ള ഗ്രൂപ്പുകളുടെ ആക്രമണം ഉണ്ടാവുമെന്ന് ഇവർ ഭയപ്പെടുന്നുണ്ട്. തജിക്കിസ്ഥാനിലെ പ്രധാനപ്പെട്ട എല്ലാ മുസ്ലിം ദേവാലയങ്ങളിലും ഗവൺമെന്റ് നിർദ്ദേശപ്രകാരം നിരീക്ഷണ ക്യാമറകളും മറ്റ് സുരക്ഷാ സംവിധാനങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ഭരണകൂടത്തിനെതിരെ ആക്രമണം നടത്താൻ അമേരിക്കയ്ക്ക് സൗകര്യമൊരുക്കിക്കൊടുത്തതിന്റെ പേരിൽ അന്നു മുതൽ തന്നെ തീവ്രവാദി ഗ്രൂപ്പുകൾ തജിക്കിസ്ഥാനെ നോട്ടമിട്ടിരുന്നു. മതസ്വാതന്ത്ര്യം അനുവദിച്ചിട്ടുണ്ടെങ്കിലും മതപ്രവർത്തനങ്ങളിൽ ഗവൺമെന്റ് ചില നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഗവൺമെന്റിന്റെ അനുമതിയില്ലാതെ മതപാഠശാലകൾ നടത്തുകയോ മതസമ്മേളനങ്ങൾ വിളിച്ചു ചേർക്കുകയോ പാടില്ല. ഗവൺമെന്റ് അംഗീകാരമുള്ള മദ്രസകളിൽ മാത്രമേ മതവിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ അനുവദിക്കൂ. അല്ലാതെ നടത്തുന്ന ഏതൊരു മതപ്രവർത്തനവും ഈ രാജ്യത്ത് ക്രിമിനൽ കുറ്റമാണ്. സോവിയറ്റ് യൂണിയനിൽ നിന്നും വേർപെട്ട മുസ്ലിം ഭൂരിപക്ഷമുള്ള നാടുകളിൽ മതവിശ്വാസം ദൃഢപ്പെടുത്തുന്നതിനായി ചില ഗൾഫ് രാജ്യങ്ങൾ വലിയ സഹായങ്ങൾ നൽകി വരുന്നുണ്ട്. ഇത്തരം മോസ്കുകളുടെ നവീകരണത്തിനും പുതിയ മോസ്കുകളുടെ നിർമ്മാണത്തിനും പുറത്തുനിന്ന് ഫണ്ടുകൾ സ്വീകരിക്കുന്നുണ്ടെങ്കിലും മുസ്ലിം സമൂഹത്തിനിടയിലേക്ക് തീവ്ര ആശയങ്ങളുമായി നുഴഞ്ഞു കയറാൻ തജിക്കിസ്ഥാൻ ആരെയും അനുവദിക്കുന്നില്ല. ഇറാനുമായി വലിയ സൗഹൃദം പുലർത്തുന്നുണ്ടെങ്കിലും മതപരമായ ആവശ്യങ്ങൾക്കായി തജിക്കിസ്ഥാൻ ഇറാന്റെ സഹായം സ്വീകരിക്കുന്നില്ല എന്നതും ശ്രദ്ധേയമാണ്. രാജ്യതലസ്ഥാനത്തെ പ്രമുഖ മോസ്ക് എന്ന നിലയിൽ ദേശീയ പ്രാധാന്യമുണ്ട് മൗലാന യാക്കൂബ് ചാർക്കി മോസ്കിന്. ഖത്തറിന്റെ സഹായത്തോടെ ദുഷാൻബെയിൽ നിർമ്മാണം നടക്കുന്ന മോസ്ക് പൂർത്തിയാവുന്നതോടെ ഒരുപക്ഷെ ഈ മോസ്കിന്റെ പ്രാധാന്യം കുറഞ്ഞേക്കാം. പഴയ സോവിയറ്റ് അംഗരാജ്യങ്ങളിൽ നിലവിലുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ മോസ്ക് ആയിരിക്കും അത്. മൗലാന യാക്കൂബ് ചാർക്കി മോസ്കിന്റെ സുന്ദരമായ അകത്തളത്തിലൂടെ ഞാൻ നടത്തം തുടരുകയാണ്. ഇസ്ലാമിക വിശ്വാസം പ്രോത്സാഹിപ്പിക്കുന്നതിനേക്കാൾ അതിനെ നിയന്ത്രിച്ചു നിർത്തുന്നതിലാണ് ഇവിടുത്തെ ഭരണാധികാരികൾ ശ്രദ്ധിക്കുന്നത്. 18 വയസ്സിൽ താഴെയുള്ളവർക്ക് ഇവിടെ മോസ്കുകളിൽ പ്രവേശനം അനുവദിക്കുകയില്ല. സ്കൂളുകളിലും ഗവൺമെന്റ് ഓഫീസുകളിലുമൊന്നും തട്ടമോ ബുർഖയോ ധരിച്ച് പ്രവേശിക്കാനും പാടില്ല. മതചിഹ്നമെന്ന നിലയിൽ താടി നീട്ടി വളർത്തിയാൽ പോലീസ് പിടികൂടി അത് വടിച്ചു കളയുകയും ചെയ്യും. മോസ്കിനടുത്തു നിന്നും കാറിൽ കയറി യാത്ര തുടർന്നു. ഇസ്മായിൽ സൊമോനി അവന്യൂവിലൂടെയാണ് ഇപ്പോൾ യാത്ര. അതിന്റെ 2 ഭാഗത്തും അപ്പാർട്ട്മെന്റ് സമുച്ചയങ്ങൾ. പാതയോരത്ത് ഇലക്ട്രിക് മെട്രോ ബസ്സുകൾ. നഗരത്തിലെ പ്രധാനപ്പെട്ട ഒരു തെരുവ് തന്നെയാണ് ഇതും. വലതുവശത്ത് ഇക്കാണുന്നത് ഒരു ആംഫി തിയേറ്ററാണ്.
ഒരു ഉദ്യാനത്തിന് നടുവിലാണത്. വാർസോബ് നദിയെ ഒന്ന് ക്രോസ് ചെയ്യുകയാണ്. ദുഷാൻബെയുടെ നടുവിലൂടെ ഒഴുകുന്ന നദിയാണ് വാർസോബ്. നഗരത്തിന്റെ പുതിയ ഭാഗങ്ങളാണിത്. ഇടതുവശത്ത് ഇക്കാണുന്നത് നൊവറൂസ് പാലസ് എന്നറിയപ്പെടുന്ന ഒരു കൊട്ടാരക്കെട്ടാണ്. അതിനു മുന്നിലൂടെ പോയി യു ടേൺ എടുത്ത് വീണ്ടും കൊട്ടാരത്തിനടുത്തേക്ക് എത്തുകയാണ്. ഈ പാലസ് കാണുന്നതിനാണ് ഇവിടേക്ക് വന്നത്. രാഷ്ട്രതലവന്മാരുടെ സമ്മേളനങ്ങൾ തുടങ്ങിയ അന്താരാഷ്ട്ര പ്രാധാന്യമുള്ള പരിപാടികൾ നടക്കുന്ന ഒരിടമാണ് നൊവറൂസ് പാലസ്. അതിന്റെ തൊട്ടടുത്ത് തന്നെ ഒരു ചായഖാനയുമുണ്ട്. ചായഖാനയുടെ സമീപത്തുകൂടി ചെന്നാൽ അകത്ത് വാഹനം പാർക്ക് ചെയ്യാം. ഇസ്വാൻഡിയർ ചായഖാനയുടെ അരികിലൂടെ വാഹനം പാർക്കിംഗിലെത്തിച്ചു. ഞാൻ അവിടെ ഇറങ്ങി. വിയറ്റ്നാം, ഫ്രാൻസ്, ബെൽജിയം, നെതർലാൻഡ്സ്, മെക്സിക്കോ, ഗ്രീസ്. സഞ്ചാരം വോളിയം നമ്പർ 18. ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995 444 222. രസകരമായ ചരിത്രമുള്ള മന്ദിരമാണ് നൊവറൂസ് പാലസ്. ഒരു ചെറിയ ചായഖാനയായിട്ടായിരുന്നു ഇതിന്റെ നിർമ്മാണം തുടങ്ങിയത്. പക്ഷേ നിർമ്മാണഘട്ടത്തിൽ അത് വിപുലപ്പെടുത്താൻ തീരുമാനിക്കുകയും ഇപ്പോഴിത് നഗരത്തിലെ പ്രമുഖമായ ഒരു കൊട്ടാരമായി മാറുകയും ചെയ്തിരിക്കുന്നു. അതിഗംഭീരമാണ് ഇതിന്റെ അകത്തളമെന്നാണ് കേട്ടറിവ്. ഗൈഡ് ഷഹബാസ് എന്റെ കൂടെ തന്നെയുണ്ട്. അദ്ദേഹം ആരെയൊക്കെയോ ഫോൺ ചെയ്ത് കൊട്ടാരത്തിലെ പ്രവേശന അനുമതിക്കായി ശ്രമം നടത്തുകയാണ്. ആ അനുമതി ലഭിക്കുന്നതുവരെ കൊട്ടാരത്തിന് സമീപത്തുള്ള ഒരു ജലാശയത്തിന്റെയും പരിസരത്തിന്റെയും കാഴ്ചകളിൽ മുഴുകിയങ്ങനെ നിൽക്കുകയാണ് ഞാൻ. ഇവിടെ ഇത് കോംസോമോൾ ലേക്ക് എന്നറിയപ്പെടുന്നു. അതിന്റെ ഇങ്ങേക്കരയിൽ ചെറിയൊരു മണൽ തീരം. അവിടെ കുട്ടികളും മുതിർന്നവരുമെല്ലാമുണ്ട്. തജിക്കിസ്ഥാനിന് കടലിന് സാമീപ്യമില്ലാത്തതുകൊണ്ട് എവിടെയൊക്കെ തടാകങ്ങളുണ്ടോ അവിടെയെല്ലാം ആളുകൾ കൂട്ടത്തോടെ എത്തുന്നു. വേനൽക്കാലത്തെ കാഴ്ചയാണിത്. ശൈത്യകാലത്ത് ഇത്തരം ജലാശയങ്ങളിലൊന്നും ഇറങ്ങാൻ തന്നെ കഴിയില്ലല്ലോ. വേനൽക്കാലമാകുന്നതോടെ കുട്ടികളും മുതിർന്നവരുമെല്ലാം വലിയ ആവേശത്തോടെ തടാകത്തിലേക്കെത്തുന്നു. 2 ചെറുപ്പക്കാർ വാടകയ്ക്കെടുത്ത ഒരു പെഡൽ ബോട്ട്. പക്ഷേ തടാകത്തിൽ നീന്താനിറങ്ങിയ പിള്ളേർ ബോട്ടിനെ വളഞ്ഞിരിക്കുന്നു. ചിലർ അതിൽ കയറി വെള്ളത്തിലേക്ക് ചാടുന്നു. മറ്റു ചിലർ വശങ്ങളിൽ തൂങ്ങിക്കിടക്കുന്നു. ചെറുപ്പക്കാർക്ക് ബോട്ട് മുന്നിലേക്കോ പിന്നിലേക്കോ കൊണ്ടുപോകാനാവുന്നില്ല. ഒരാൾ പെഡൽ ചവിട്ടി ബോട്ടിനെ നീക്കാൻ ശ്രമിക്കുന്നു. മറ്റൊരാളാകട്ടെ വട്ടത്തിൽ നടന്ന് പിള്ളേരെ ഓടിക്കുന്ന ജോലിയിലാണ്. കുട്ടികളുടെ വലിയൊരു സംഘമുണ്ട്. അവർക്ക് മുന്നിൽ ബോട്ട് വാടകയ്ക്കെടുത്തവർ അടിയറവ് പറഞ്ഞിരിക്കുന്നു. വേറെ ഒരു ഭാഗത്ത് സ്ത്രീകൾ പെഡൽ ബോട്ടിൽ നീങ്ങുന്നുണ്ട്. അവരെ തടസ്സപ്പെടുത്താൻ ആരും പോകുന്നത് കാണുന്നില്ല. കോംസോമോൾ ലേക്ക് ദുഷാൻബെയിലെ പ്രമുഖമായൊരു ഉല്ലാസ കേന്ദ്രമാണ്. വേനൽ ദിനങ്ങളിൽ നൂറുകണക്കിന് നഗരവാസികളാണ് ഇവിടേക്കെത്തുന്നത്. ചിലർ വെള്ളത്തിൽ ഇറങ്ങിക്കിടക്കുന്നു, നീന്തുന്നു. മറ്റു ചിലർ തീരത്തെ മണലിൽ വെയിൽ കാഞ്ഞിരിക്കുന്നു. 1940കളിലാണ് ഈ തടാകം നഗരത്തിലെ പ്രധാന ഉല്ലാസ കേന്ദ്രമായി വികസിച്ചത്. അക്കാലത്ത് വാർസോബ് നദിയിൽ നിന്നും വെള്ളം കയറിക്കിടന്നിരുന്ന ഒരു ചതുപ്പ് മാത്രമായിരുന്നു ഇവിടം. ചെളി നീക്കം ചെയ്തും 2 അതിരുകളിൽ കല്ലുപടുത്തും ഇവിടെ ഒരു തടാകം നിർമ്മിച്ചെടുക്കുകയാണ് ഉണ്ടായത്. തുടർന്ന് നഗരത്തിലെ ആളുകൾ കുടുംബസമേതം സായാഹ്നങ്ങൾ ചെലവഴിക്കാൻ എത്തുന്ന ഒരിടമായി ഇവിടം മാറി. കടലില്ലാത്ത ഒരു ജനതയുടെ നൊമ്പരമാണ് ഇവിടെ കാണുന്നതെന്ന് തോന്നിപ്പോകുന്നു. തടാകതീരത്ത് ഇങ്ങനെ ചില അമ്യൂസ്മെന്റ് ഏരിയകളുണ്ട്. ചെറിയ കുട്ടികൾക്കുള്ള പൂളുകൾ. അതിൽ കാറ്റു നിറച്ച അരയന്നത്തെ നീന്തിച്ച് രസിക്കുന്ന കുട്ടികൾ. അതിനപ്പുറം മുതിർന്നവർക്കുള്ള യന്ത്ര ഊഞ്ഞാലും മറ്റുമുണ്ട്. ഒരു വശത്ത് പെഡൽ ബോട്ടുകൾ നിരന്നു കിടക്കുന്നു. തടാകത്തിന്റെ മറുകരയിൽ വലിയൊരു കൊടിമരം കാണുന്നുണ്ട്. അതിനപ്പുറമാണ് പ്രസിഡന്റിന്റെ കൊട്ടാരം. തടാകതീരത്തേക്കെത്തുന്ന ആളുകളുടെ തിരക്കാണ് ഇക്കാണുന്നത്. കുട്ടികളും മുതിർന്നവരുമായി നൂറുകണക്കിന് പേർ കോംസോമോൾ ലേക്കിന് സമീപത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. ഒരു ആഘോഷ തെരുവാണിവിടം. ഞാൻ ആ കാഴ്ചകൾ കണ്ട് കുറേ നേരം അവിടെ നിന്നു. ഈ സമയമെല്ലാം ഗൈഡ് ഷഹബാസ് നൊവറൂസ് പാലസിൽ പ്രവേശിക്കാനുള്ള അനുമതിക്കായി ആരെയെല്ലാമോ ബന്ധപ്പെടുകയായിരുന്നു. തടാകത്തിന്റെ തീരത്തു തന്നെയാണ് കൊട്ടാരം.
ചെറിയൊരു ഉദ്യാനത്തിനു നടുവിൽ ഒരു വെൺമാളിക. കാഴ്ചയിൽ വലിപ്പം തോന്നുന്നില്ലെങ്കിലും ഇതൊരു ബൃഹത്തായ കൊട്ടാരം തന്നെയാണ്. ചെറിയൊരു ഛായഖാനയായി ലക്ഷ്യമിട്ട നിർമ്മിതി പിന്നീട് അതിവിപുലമാവുകയും രാജ്യത്തെ പ്രാധാന്യമാർന്ന ചടങ്ങുകളുടെ വേദിയായി മാറുകയും ചെയ്ത ചരിത്രമാണിതിനുള്ളത്. മന്ത്രിതല മീറ്റിംഗുകൾ മുതൽ ഇന്റർനാഷണൽ കോൺഫറൻസുകൾ വരെ നടക്കുന്ന ഒരിടം. അതുകൊണ്ട് തന്നെ സാധാരണക്കാർക്ക് കൊട്ടാരത്തിന്റെ പല ഭാഗത്തേക്കും പ്രവേശനമില്ല. ഏതാനും ഹാളുകൾ പൊതുപരിപാടികൾക്കായി വാടകയ്ക്കെടുക്കാൻ അനുമതിയുണ്ട്. അവിടെ മാത്രമേ പൊതുജനത്തിന് പ്രവേശനവുമുള്ളൂ. അതിഗംഭീരമായ അലങ്കാരങ്ങളും സജ്ജീകരണങ്ങളുമാണ് അവിടെയുള്ളത്. അകത്ത് കയറിയില്ലെങ്കിലും പുറത്തുനിന്നും പരമാവധി കാഴ്ചകൾ ഞാൻ എടുത്തുകൂട്ടി. കൊട്ടാരത്തിനകത്തെ ചിത്രവേലകളുടെയും അലങ്കാരപ്പണികളുടെയും സാമ്പിൾ എന്ന പോലെ ചില ചെറുമണ്ഡപങ്ങൾ ഇവിടെയുണ്ട്. തജിക്കിസ്ഥാനിൽ തന്നെ ഇത്രയും ആഡംബരമുള്ള കെട്ടിടം പൊതുജനം കണ്ടിട്ടില്ലെന്നാണ് ഷഹബാസ് പറയുന്നത്. ഇതാണ് തടാകത്തോട് ഏറ്റവും അടുത്തു നിൽക്കുന്ന കൊട്ടാരഭാഗം. കൊട്ടാരത്തിന്റെ പുറംമൂടി കണ്ടുകൊണ്ട് ഞാൻ അതിനു ചുറ്റും നടക്കുന്ന നേരത്തെല്ലാം ഷഹബാസ് എനിക്ക് കൊട്ടാരത്തിനകം ചിത്രീകരിക്കാനുള്ള അനുമതിക്കായി ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇതിനകം എന്നെ കാണിച്ചേ അടങ്ങൂ എന്ന വാശിയിലാണ് ഷഹബാസ്. ഇക്കഴിഞ്ഞ 3 ദിവസങ്ങളിലും ഞാൻ ചിത്രീകരിച്ചത് തജിക്കിസ്ഥാന്റെ ഗ്രാമങ്ങളുടെ കാഴ്ചകളായിരുന്നു. അവിടെയൊക്കെ വെച്ച് ഷഹബാസിന്റെ കണ്ണു നിറയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. തന്റെ നാടിന്റെ ദാരിദ്ര്യ കാഴ്ചകളാണല്ലോ ഒരു അന്യരാജ്യക്കാരൻ പകർത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന ദുഃഖം തന്നെയായിരുന്നു അത്. ഇനി രാജ്യത്തിന്റെ പ്രൗഢിയുള്ള കാഴ്ചകൾ എന്നെ കാണിക്കണമെന്ന നിർബന്ധത്തിലാണ് ഇപ്പോൾ ഷഹബാസ്. തന്റെ രാജ്യത്തിന്റെ അഭിമാനത്തിന്റെ ചിഹ്നമായി അയാൾ എന്നെ കാണിക്കാൻ ഉദ്ദേശിക്കുന്ന ഈ കൊട്ടാരക്കെട്ട് വിശദമായി തന്നെ ചിത്രീകരിക്കാനാണ് എന്റെ തീരുമാനം. 4 ദിവസമായി തജിക്കിസ്ഥാനിലൂടെ എന്നെ കൊണ്ടുനടന്ന ഒരു ചെറുപ്പക്കാരന് സ്വന്തം രാജ്യത്തെ അഭിമാനകരമായ ഒരു കാഴ്ചയും എന്നെ കാണിക്കാനായില്ല എന്ന തീവ്ര ദുഃഖമുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കിയതുകൊണ്ടാണത്. പ്രേക്ഷകർ ഇതിൽ വലിയ അത്ഭുതങ്ങളൊന്നും കണ്ടെന്ന് വരില്ല. എങ്കിലും ഒരു കാര്യം ഉറപ്പാണ്, അതിമനോഹരമായ ഒരു കെട്ടിട സമുച്ചയം തന്നെയാണ് നൊവ്റൂസ് പാലസ്. വെണ്ണക്കല്ലിന്റെയും ദാരുശില്പങ്ങളുടെയും ഒരു അത്ഭുത ലോകം. ഈ ചുമരുകളിലും തൂണുകളിലുമൊന്നും പെയിന്റ് അടിച്ചതല്ല, മാർബിളും ഗ്രാനൈറ്റും മിനുക്കിയെടുത്തതാണ്. ഞാനീ നടക്കുന്നത് കൊട്ടാരത്തിന്റെ വരാന്തയിലൂടെ മാത്രമാണെന്നോർക്കണം. വരാന്ത പോലും കാഴ്ചക്കാരെ അത്ഭുതപ്പെടുത്തുകയാണ്. മച്ചിൽ വളരെ സൂക്ഷ്മമായി നടത്തിയ ചിത്രപ്പണികൾ. പണം വാരിക്കോരി ചെലവഴിച്ച് നിർമ്മിച്ച കൊട്ടാരമാണിത്. 2014 പണി പൂർത്തിയാവുമ്പോൾ $60 മില്യൺ ഇതിന്റെ നിർമ്മാണ ചെലവ്. ഇത്രയും പണം ചെലവഴിച്ച് ഇവിടെ ഇങ്ങനെയൊരു കൊട്ടാരം നിർമ്മിച്ചത് എന്തിനാണെന്ന് ആർക്കും അറിയില്ല. പക്ഷേ മറ്റു രാജ്യങ്ങൾക്ക് മുൻപിൽ അഭിമാനത്തോടെ തലയുയർത്തിപ്പിടിച്ചു നിൽക്കാൻ തജിക്കിസ്ഥാനും ഇത്തരം നിർമ്മിതികൾ ആവശ്യമാണെന്നതാണ് മറുവാദം. ഞാൻ അങ്ങനെ നിൽക്കെ ഒരു സ്ത്രീ വന്നു. ക്യാമറയുമായി കൊട്ടാരത്തിനകത്തേക്ക് കയറിക്കൊള്ളാൻ പറഞ്ഞ് വാതിൽ തുറന്നു തരികയും ചെയ്തു. കയറി ചെല്ലുന്നത് ഒരു ബാങ്ക്വറ്റ് ഹാളിലേക്കാണ്. കണ്ണഞ്ചിപ്പിക്കുന്ന ഒരു ഹാൾ. ഒരു കോണിൽ ഏതാനും ജീവനക്കാർ ഇരിപ്പുണ്ട്. വരാന്തയിൽ കണ്ട അലങ്കാരപ്പണികളുടെ 10 മടങ്ങ് അലങ്കാരങ്ങളുണ്ടിവിടെ. ഈ ഹാൾ വാടകയ്ക്ക് നൽകാറുള്ളതാണ്. ധനാട്യർ വൻതുക വാടക നൽകി പാർട്ടികളും വിവാഹ ആഘോഷങ്ങളും ഇവിടെ വെച്ച് നടത്താറുമുണ്ട്. സ്ഫടികവും അമൂല്യമായ കല്ലുകളും തൂക്കുവിളക്കിന്റെ പ്രഭയുമെല്ലാം ചേർന്ന് അതിമനോഹരമായ ഒരു ഹാൾ. വില കൂടിയ മാർബിളും ഗ്രാനൈറ്റുമെല്ലാമാണ് ഇതിനായി ഉപയോഗിച്ചിരിക്കുന്നത്. പ്രൗഢമായൊരു കൊട്ടാരത്തിനു ചേർന്ന ബാങ്ക്വറ്റ് ഹാൾ തന്നെ. പ്രത്യേകമായി നെയ്തെടുത്ത പരവതാനിയാണിത്. ഏതാണ്ട് 4 നില കെട്ടിടത്തിന്റെ ഉയരമുണ്ട് ഹാളിന്. മച്ച് മുഴുവനായും തന്നെ ചിത്രപ്പണികൾ കൊണ്ട് അലങ്കൃതമാണ്. മനോഹരമായ ഷാൻലിയറുകൾ. ഭിത്തിയിലും സൂക്ഷ്മമായ ചിത്രവേലകളുണ്ട്. 40 പ്രമുഖ ശില്പികളാണ് കൊട്ടാരത്തിലെ ഇത്തരം അലങ്കാര വേലകൾക്കെല്ലാം നേതൃത്വം നൽകിയത്. ഇതിനകത്ത് വെച്ച് ഒരു വിവാഹ സൽക്കാരവും മറ്റും നടത്തുന്നത് സാധാരണക്കാരനായ ഒരു തജിക്കിസ്ഥാൻകാരന് ചിന്തിക്കാൻ പോലുമാവില്ല എന്നതാണ് യാഥാർത്ഥ്യം. 2 നിലകളായാണ് ബാങ്ക്വറ്റ് ഹാൾ. അടുത്തതായി എത്തുന്നത് ബാങ്ക്വറ്റ് ഹാളിലേക്കുള്ള ഭക്ഷണം വിളമ്പിവെക്കുന്ന ഒരു മുറിയിലേക്കാണ്. അലങ്കാരങ്ങളൊന്നുമില്ലെങ്കിലും വലിയൊരു മുറി തന്നെയാണിത്. അത് കടന്ന് മറ്റൊരു കോൺഫറൻസ് ഹാളിലേക്ക്. ഇപ്പോഴാണ് കൊട്ടാരത്തിന്റെ യഥാർത്ഥ രൂപഘടന കണ്ടു തുടങ്ങുന്നതെന്ന് പറയാം.
പൊതുജനങ്ങൾക്ക് പ്രവേശനമുള്ളതോ വാടകയ്ക്കെടുക്കാവുന്നതോ ആയ സ്ഥലമല്ല ഇത്. പ്രസിഡന്റും ഭരണകൂടത്തിലെ പ്രമുഖരും മറ്റും കോൺഫറൻസുകൾ വിളിച്ചു ചേർക്കുന്ന ഹാൾ, ഉന്നത ഉദ്യോഗസ്ഥരുടെയും വകുപ്പ് മേധാവികളുടെയും യോഗം നടക്കുന്ന ഇടം. തടിയും മാർബിളും കൊണ്ട് കവിത രചിച്ചിരിക്കുകയാണ് ഇവിടെയെന്ന് തോന്നും. നവറൂസ് പാലസിന്റെ അത്യാഡംബരങ്ങളുള്ള രണ്ടാമത്തെ ഹാൾ കണ്ടപ്പോഴേക്കും തന്നെ അത്ഭുത പരതന്ത്രനായി നിൽക്കുകയാണ് ഞാൻ. കൊട്ടാരത്തിലെ മറ്റു കാഴ്ചകളിലേക്ക് ഇനി പോകണം.